കേരളത്തിലെ ക്രൂരന്മാരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ പട്ടികയെടുത്താൽ അതിൽ ഒന്നാമത്തെ പേര് ജയറാം പടിക്കൽ എന്നായിരിക്കും. കെ കരുണാകരൻ്റെ വിശ്വസ്തനായിരുന്ന ജയറാം പടിക്കൽ, രാജനെ ഇല്ലാതാക്കിയ, നവാബ് രാജേന്ദ്രൻ്റെ ജീവിതം താറുമാറാക്കിയ ജയറാം പടിക്കൽ. കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ ഇത്രയേറെ വെറുക്കപ്പെട്ട മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടായിട്ടില്ല. പക്ഷേ ആ വെറുപ്പിന് മുൻപ് ജയറാം പടിക്കലിന് ഒരു കഥയുണ്ടായിരുന്നു. 1936 മെയ് 1 പാലക്കാട് ജില്ലയിലെ പെരുവമ്പ് എന്ന ഗ്രാമത്തിലായിരുന്നു ജയറാം പടിക്കലിൻ്റെ ജനനം. അച്ഛൻ വിശ്വനാഥൻ നായർ ആർമിയിലായിരുന്നതിനാൽ ജയറാം വളർന്നത് പൂനെയിലെ ഡിഫൻസ് കോളനിയിലായിരുന്നു. മകനെ ഡോക്ടറാക്കാനായിരുന്നു വിശ്വനാഥൻ നായരുടെ ആഗ്രഹം. അങ്ങനെ ജയറാമിനെ MBBS ചേർത്തു. പക്ഷേ 3.5 കൊല്ലമായപ്പോൾ തന്നെ ജയറാമിനും അടുത്തു. വൈദ്യശാസ്ത്രം തനിക്ക് പറ്റിയ പണിയല്ലെന്ന് അയാൾക്ക് മനസ്സിലായി. അങ്ങനെ മെഡിക്കൽ കോളേജിലെ പഠനം മതിയാക്കി ജയറാം പൂനെയിലെ ഫർഗൂസൺ കോളേജിൽ ചേർന്നു. ജയറാമിന് പൊളിറ്റിക്കൽ സയൻസിൽ താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കിയ അധ്യാപകൻ അയാളെ സിവിൽ സർവീസ് എഴുതാൻ പ്രേരിപ്പിച്ചു. എന്നാൽ IAS ജയറാം പടിക്കലിന് താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾ IPS എടുത്തു. അതിന് കാരണവുമുണ്ടായിരുന്നു. കുട്ടിക്കാലം മുതൽ തന്നെ കുറ്റകൃത്യ കഥകളുടെ ഒരു ആരാധകനായിരുന്നു ജയറാം. IPS കിട്ടി ജയറാം പടിക്കൽ കേരളത്തിലേക്ക് വന്നു. പാലക്കാട്ടെ വലിയൊരു നായർ കുടുംബത്തിലെ അംഗമായിരുന്ന ജയറാമിൻ്റെ അമ്മയ്ക്ക് സ്വത്ത് ഭാഗം വെച്ചപ്പോൾ കുടുംബ വീടിൻ്റെ പടിക്കൽ കുറേ ഭാഗം കിട്ടി. ആ സ്ഥലത്ത് അവരൊരു വീട് വെച്ചു. പഴയ തറവാടിൻ്റെ പടിക്കൽ ഭാഗം കിട്ടിയ സ്ഥലത്തു വെച്ച വീടിനെ നാട്ടുകാർ പടിക്കലെ വീട് എന്ന് വിളിച്ചു. പൂനെയിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ജയറാമിൻ്റെ പേര് പടിക്കൽ ജയറാം വിശ്വനാഥൻ എന്നായിരുന്നു. സ്കൂൾ സർട്ടിഫിക്കറ്റിലാകട്ടെ PJ വിശ്വനാഥൻ എന്നും. കേരള കേഡറിൽ IPSകാരനായി എത്തിയ ജയറാം പടിക്കൽ ചുരുങ്ങിയ സമയം കൊണ്ട് സമർത്ഥനായ പോലീസ് ഓഫീസർ എന്ന് പേരെടുത്തു. സ്കോട്ട്ലാൻഡ് യാർഡിൽ പരിശീലനം നേടാനായുള്ള ഭാഗ്യവും ജയറാം പടിക്കലിനുണ്ടായി. പക്ഷേ മാർക്സിസ്റ്റുകാരുടെ കണ്ണിലെ കരടായിരുന്നു ജയറാം പടിക്കൽ. അന്ന് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭരണമായിരുന്നു. EMS മന്ത്രിസഭയിൽ KR ഗൗരിയമ്മയ്ക്ക് ജയറാം പടിക്കലിനോട് വല്ലാത്ത അനിഷ്ടമുണ്ടായിരുന്നു. വർക്കല രാധാകൃഷ്ണൻ്റെയും എതിരാളിയായിരുന്നു ജയറാം പടിക്കൽ. ഒരിക്കൽ മുഖ്യമന്ത്രിയായ EMS സ്ഥലത്തില്ലാതിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന വർക്കല രാധാകൃഷ്ണൻ ഒരു സർക്കിൾ ഇൻസ്പെക്ടറെ ഫോണിൽ വിളിച്ച് നേരിട്ട് ചില നിർദ്ദേശങ്ങൾ കൊടുത്തു. സർക്കിൾ ഇൻസ്പെക്ടർ ജയറാം പടിക്കലിനെ വിളിച്ച് കാര്യം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി രേഖാമൂലം എഴുതി തരാതെ ഫോണിൽ പറയുന്നത് അനുസരിക്കരുത് എന്ന് പടിക്കൽ ആ സർക്കിൾ ഇൻസ്പെക്ടർക്ക് നിർദ്ദേശം നൽകി. ഇക്കാര്യം ഒരു സർക്കുലറായി പടിക്കൽ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും അയച്ചു. ഇത് വലിയ വിവാദമായി. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ അനുസരിക്കാത്ത സർക്കിൾ ഇൻസ്പെക്ടറെ കാസർകോട്ടേക്ക് സ്ഥലം മാറ്റി. പടിക്കലിനെയും വെറുതെ വിടാൻ സർക്കാർ ഒരുക്കമായിരുന്നില്ല. തങ്ങളുടെ കോട്ടയായ പാലക്കാട്ടിട്ട് ഒതുക്കാമെന്ന് കരുതി പടിക്കലിനെ പാലക്കാട്ടേക്ക് സ്ഥലം മാറ്റി. പക്ഷേ ചുരുങ്ങിയ കാലം കൊണ്ട് പടിക്കൽ പാലക്കാട്ടും പേരെടുത്തു. അതോടെ EMS പടിക്കലിനെ ക്രൈംബ്രാഞ്ച് SP ആയി നിയമിച്ചു. പാർട്ടിക്കാർക്ക് EMSൻ്റെ ഈ നടപടി ഇഷ്ടപ്പെട്ടില്ല. കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ നക്സലൈറ്റുകളെ നേരിടാനായി ക്രൈംബ്രാഞ്ചിൻ്റെ സ്പെഷ്യൽ സെൽ രൂപീകരിക്കുകയും ജയറാം പടിക്കലിനെ ആ സ്ക്വാഡിൻ്റെ തലവനായി നിയമിക്കുകയും ചെയ്തു. പല കേസുകളും വിജയകരമായി അന്വേഷിച്ചു ജയറാം പടിക്കൽ. വാസ്തവത്തിൽ ഇടതു സർക്കാരിൻ്റെ കാലത്താണ് ജയറാം പടിക്കലിന് കൂടുതൽ പോപ്പുലാരിറ്റി ഉണ്ടായത്. കമ്മ്യൂണിസ്റ്റുകാർ പടിക്കലിനെതിരെ അപവാദ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടു. ഇത്രയും അസഹിഷ്ണുതയും ഇടുങ്ങിയ ചിന്താഗതിയുമുള്ള മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കാരെയും താൻ കണ്ടിട്ടില്ലെന്ന് പടിക്കൽ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിസത്തെക്കുറിച്ച് ജയറാം പടിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാനൊരു ആൻറ്റി മാർക്സിസ്റ്റാണ്, സമ്മതിക്കുന്നു. പാർട്ടി നടത്തുന്ന നശീകരണ പ്രവർത്തനങ്ങളോട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എനിക്ക് യോജിക്കാൻ കഴിയില്ല. കേരളത്തിലെ മാർക്സിസ്റ്റുകാർ വികസന വിരുദ്ധരാണ്. അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. പണിയെടുക്കാതെ ഉണ്ണണമെന്നാണ് അവർ അണികളെ പഠിപ്പിക്കുന്നത്. ആരും പണിയെടുക്കരുത്, ആരും നന്നാകരുത്, ആരും സമ്പന്നരാകരുത്. എന്നാൽ മാത്രമേ DYFIക്കും CITUവിനും കൊടിപിടിക്കാൻ ആളെ കിട്ടൂ. കേരളത്തിൽ മലയാളിക്ക് ജീവിക്കാൻ കഴിയാത്ത ചുറ്റുപാടുണ്ടാക്കിയത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഉള്ള വ്യവസായങ്ങളൊക്കെ അവർ തകർത്തു. എന്നിട്ട് പുതിയ വ്യവസായങ്ങൾക്കായി അവർ അമേരിക്കയിൽ പോകുന്നു. എനിക്കിവരോട് അതിഭയങ്കരമായ വെറുപ്പാണ്. ഇതായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരോടുള്ള ജയറാം പടിക്കലിൻ്റെ മനോഭാവം. മാർക്സിസ്റ്റുകാരോട് ഒരു ദയയും പാടില്ല എന്നായിരുന്നു പടിക്കലിൻ്റെ പക്ഷം. അന്ന് കേരള സർവകലാശാല വൈസ് ചാൻസലറായിരുന്ന വിളനിലത്തിനെതിരെ SFI സമരം നടത്തുന്ന സമയം. കോൺഗ്രസ് ഭരണകാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന K കരുണാകരൻ ജയറാം പടിക്കലിനോട് പറഞ്ഞു, എങ്ങനെയും വിളനിലത്തിനെ അദ്ദേഹത്തിൻ്റെ കസേരയിൽ ഇരുത്തണം. പടിക്കൽ ആ വെല്ലുവിളി ഏറ്റെടുത്തു. വിളനിലത്തിനെ കോളേജിനകത്ത് കയറ്റാതെ SFIക്കാർ ഉപരോധം തീർത്തു. പുനലൂരിൽ നിന്ന് പ്രത്യേകം വരുത്തിയ ചൂരൽ കൊണ്ട് പോലീസുകാർ SFIക്കാരെ നേരിട്ടു. കുറേ പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. കോടതി അവരെ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയച്ചു. 2ാം ദിവസവും ഇത് ആവർത്തിച്ചു. 3ാം ദിവസമായപ്പോഴേക്കും SFIക്കാരുടെ സമരത്തിൽ ആളില്ലാതായി. അത്രയുള്ളൂ SFI.
കാലം മാറുന്നത് പോലും അറിയാത്ത നേതാക്കളും അണികളുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേത്. പടിക്കലിനോട് നിരവധി ദ്രോഹങ്ങളും ചെയ്തു കമ്മ്യൂണിസ്റ്റുകാർ. അദ്ദേഹം താമസിച്ചിരുന്ന ഉള്ളൂരിലെ വീട്ടിലേക്കുള്ള റോഡ് പടിക്കൽ അവിടെ താമസിക്കുന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ടാർ ചെയ്തില്ല ഇടതു പാർട്ടിയുടെ മെമ്പർ. അടിയന്തരാവസ്ഥ കാലത്ത് കരുണാകരനുമായുള്ള കൂട്ടുകെട്ടാണ് ജയറാം പടിക്കലിനെ ഭീകരനാക്കി മാറ്റിയത്. കരുണാകരൻ സീതാറാം മില്ലിലെ തൊഴിലാളി നേതാവായിരിക്കുമ്പോൾ പടിക്കലിൻ്റെ ഭാര്യയുടെ അച്ഛനായ മന്നാടിയാർ മില്ലിലെ ജനറൽ മാനേജരായിരുന്നു അത്രേ. തൃശ്ശൂരിലെ വനജ മില്ലിൻ്റെ ഉടമസ്ഥരായിരുന്നു പടിക്കലിൻ്റെ ഭാര്യ വീട്ടുകാർ. കാര്യം ഇങ്ങനെയൊക്കെ ആയിരുന്നാലും കരുണാകരനും ജയറാം പടിക്കലും തമ്മിൽ വല്ലാത്തൊരു ആത്മബന്ധമുണ്ടായിരുന്നു. മാർക്സിസ്റ്റുകാരെയും നക്സലൈറ്റുകളെയും അമർച്ച ചെയ്യുന്നത് പടിക്കലിൻ്റെ ദൗത്യമായി മാറി. 1972 ജയറാം പടിക്കൽ തൃശൂർ പോലീസ് സൂപ്രണ്ടായിരിക്കുമ്പോഴാണ് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കെ കരുണാകരൻ്റെ അഴിമതി വെളിച്ചത്തു കൊണ്ടുവന്നതിൻ്റെ പേരിൽ നവാബ് രാജേന്ദ്രനെ ക്രൂരമായി മർദ്ദിക്കുന്നതും അദ്ദേഹത്തിൻ്റെ പ്രസ് നശിപ്പിക്കുന്നതും. രാജേന്ദ്രനെ 2 ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ KLH 12 എന്ന രജിസ്ട്രേഷൻ നമ്പറുള്ള കാറിൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുപോയി. രാത്രി 10:30 മണിയായപ്പോൾ ജയറാം പടിക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി. കരുണാകരനെ പ്രതിസന്ധിയിലാക്കിയ രാജേന്ദ്രൻ്റെ കൈവശമുള്ള ഒരു കത്തായിരുന്നു പോലീസിന് വേണ്ടിയിരുന്നത്. ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയ പടിക്കൽ നവാബിനോട് സൗമ്യനായി ചോദിച്ചു, രാജേന്ദ്രൻ, നവാബ് വാരികയിൽ താങ്കൾ പ്രസിദ്ധീകരിച്ച ആ കത്തിൻ്റെ ഒറിജിനൽ എവിടെയാണുള്ളത്? അത് പറയാൻ പറ്റില്ല, ഇതായിരുന്നു നവാബിൻ്റെ മറുപടി. കത്ത് ആരുടെ കയ്യിലാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ജയറാം പടിക്കൽ വീണ്ടും ചോദിച്ചു. അതും പറയില്ല. നവാബ് വീണ്ടും പറഞ്ഞു. അപ്പോൾ പടിക്കൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, നോക്കൂ, ഇപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. ഇക്കാര്യം ലോകത്ത് മറ്റാർക്കും അറിയില്ല. പോലീസ് സർജൻ പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ ഒരു ആത്മഹത്യ കൂടി കണക്കിൽ വരും. നവാബ് വഴിക്ക് വരുന്നില്ലെന്ന് കണ്ടപ്പോൾ പടിക്കൽ അദ്ദേഹത്തിന് മദ്യം കഴിക്കാൻ നിർബന്ധിച്ചു. അന്നാണ് നവാബ് ആദ്യമായി മദ്യം കഴിക്കുന്നത്. പിന്നീട് കത്ത് കണ്ടെത്താനായി നവാബുമായി കണ്ണൂരിലെ അഴീക്കോടൻ്റെ വീട്ടിലേക്ക് പോയി നിരാശരായി ക്രൈംബ്രാഞ്ച് സംഘം മടങ്ങിയെത്തിയതിനു ശേഷം തൃശൂർ പോലീസ് ക്ലബ്ബിൽ വെച്ച് ജയറാം പടിക്കൽ നവാബിനെ ക്രൂരമായി മർദ്ദിച്ചു. ആ ഭീകരമായ മർദ്ദനത്തിൽ നവാബിൻ്റെ മുൻവരിയിലെ 2 പല്ലുകൾ കൊഴിഞ്ഞു താഴെ വീണു. മറ്റുള്ള പല്ലുകൾ ഇളകിയാടി. അത്രയ്ക്ക് ക്രൂരവും ഭീകരവുമായിരുന്നു ജയറാം പടിക്കലിൻ്റെ മർദ്ദനം. 3 വർഷം MBBS പഠിച്ച പടിക്കലിന് മനുഷ്യ ശരീരത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന രാജനെ കസ്റ്റഡിയിലെടുത്ത് കക്കയം ക്യാമ്പിൽ വെച്ച് ഉരുട്ടി കൊലപ്പെടുത്തിയതും പിന്നീട് മൃതദേഹം വീണ്ടെടുക്കാൻ കഴിയാത്ത വിധം നശിപ്പിച്ചതും ജയറാം പടിക്കലിൻ്റെ നേതൃത്വത്തിലായിരുന്നു. പിടികൂടിക്കൊണ്ടുവരുന്നവരെ കക്കയം ക്യാമ്പിൽ വെച്ച ജയറാം പടിക്കലിൻ്റെ നേതൃത്വത്തിൽ ക്രൂരമായ മർദ്ദന മുറകൾക്കിരയാക്കി. കസേരയിലിരിക്കുന്ന പടിക്കലിൻ്റെ മുന്നിൽ നിലത്ത് പ്രതികളെ ഇരുത്തി ചോദ്യം ചെയ്യും. പടിക്കലിൻ്റെ കയ്യിൽ അറ്റം കൂർപ്പിച്ച ഒരു പെൻസിലുണ്ടാകും. ചോദ്യം ചെയ്യലിനിടയിൽ ആ പെൻസിൽ മുന കൊണ്ട് അയാൾ ഇരയുടെ മുഖത്തേക്ക് ആഞ്ഞുകുത്തും. കക്കയം ക്യാമ്പിൽ കൊല്ലപ്പെട്ട ഈശ്വരവാര്യരുടെ മകൻ P രാജനോടൊപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ട K രാജൻ്റെ നെറ്റിയിലേക്ക് പടിക്കൽ ഈ പെൻസിൽ മുന കുത്തിയിറക്കിയതായി അദ്ദേഹം പിന്നീട് പറഞ്ഞിട്ടുണ്ട്. പിടികൂടിക്കൊണ്ടുവരുന്നവരെ മരബെഞ്ചിൽ മലർത്തിക്കിടത്തി കൈകാലുകൾ ബന്ധിച്ച ശേഷം ഉലക്ക കൊണ്ട് അര മുതൽ മുട്ടുവരെ ഇരുവശവും നിന്ന് പോലീസുകാർ സർവ്വശക്തിയും എടുത്തുരുട്ടും. അസ്ഥികളിൽ നിന്ന് മാംസം വേർപെട്ടു പോകും. ഈ ഉരുട്ടലിൽ ഒരീച്ച വന്നിരുന്നാൽ പോലും പ്രാണൻ പറഞ്ഞു പോകുന്ന വേദനയുണ്ടാകും. കുറച്ചു കഴിഞ്ഞ് വീണ്ടും ആ ഭാഗത്തു തന്നെ പഴയതുപോലെ ഉരുട്ടും. ഇടയ്ക്ക് കൂർപ്പിച്ച പെൻസിൽ മുന അയഞ്ഞു തൂങ്ങിയ ആ മാംസത്തിലേക്ക് കുത്തിയിറക്കും. ക്രൂരതയുടെ ഒരു പര്യായമായിരുന്നു ജയറാം പടിക്കൽ. രാജൻ്റെ മരണം അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ജയറാം പടിക്കലിനെ അറസ്റ്റ് ചെയ്തു. പിന്നീട് അയാൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തി. കോയമ്പത്തൂർ കോടതി അയാളെ 1 കൊല്ലം കഠിന തടവിന് ശിക്ഷിച്ചെങ്കിലും മദ്രാസ് ഹൈക്കോടതി അയാളെ കുറ്റവിമുക്തനാക്കി. സർവീസിൽ നിന്ന് വിരമിച്ച പടിക്കൽ അടിയന്തരാവസ്ഥ കാലത്ത് താൻ ചെയ്തു കൂട്ടിയ ക്രൂരതകളോർത്ത് പശ്ചാത്തപിച്ചു. കുറ്റബോധം അയാളെ വല്ലാതെ വേട്ടയാടി. അയാൾ മദ്യത്തിൽ അഭയം തേടി. അമിത മദ്യപാനം അയാളെ കരൾ രോഗിയാക്കി. ഇതിനിടയിൽ രാത്രി വഴിയിൽ വെച്ച് പടിക്കലിനെ ചിലർ സംഘം ചേർന്ന് മൃഗീയമായി മർദ്ദിച്ചു. ഏത് നിമിഷവും താൻ ആക്രമിക്കപ്പെടുമെന്നും കൊല്ലപ്പെടുമെന്നും അയാൾ ഭയന്നു. ആ ഭയത്തിലായിരുന്നു പിന്നീടുള്ള അയാളുടെ ജീവിതം. കരുണാകരന് വേണ്ടിയായിരുന്നു എല്ലാ ക്രൂരതകളും പടിക്കൽ ചെയ്തു കൂട്ടിയത്. പക്ഷേ കരുണാകരൻ തന്നെ പടിക്കലിനെ പിന്നീട് തള്ളിപ്പറഞ്ഞു. തൻ്റെ അന്ത്യകാലത്തൊരിക്കൽ പടിക്കൽ ഇങ്ങനെ പറഞ്ഞു, അന്ന് ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഉന്നതനായ ഒരു രാഷ്ട്രീയ നേതാവ് ഉയർന്നു വരുമായിരുന്നില്ല. അത്രയും നീചമായി ചെയ്തതുകൊണ്ട് രാജ്യമാകെ പടർന്നു പന്തലിക്കുമായിരുന്ന ഒരു പത്രപ്രവർത്തകൻ്റെ അന്ത്യം കുറിച്ചു. എനിക്കിപ്പോൾ അക്കാര്യത്തിൽ വേദനയുണ്ട്. ഞാനിതൊക്കെ ആർക്കു വേണ്ടിയാണോ ചെയ്തത്? അവരെന്നെ പിന്നീട് തള്ളിപ്പറഞ്ഞു. കൂർമ്മബുദ്ധിക്കാരൻ, ചെറിയ പ്രായത്തിൽ IPS, സ്കോട്ട്ലാൻഡ് യാർഡിൽ പരിശീലനം, SP ആയിരിക്കുമ്പോൾ ചട്ടങ്ങൾ കാറ്റിൽ പറത്തി DIG ആയി നിയമനം, ആഭ്യന്തരമന്ത്രിയുടെ വലം കൈ, അങ്ങനെ അപൂർവതകൾ ഒരുപാടുണ്ടായിരുന്നു ജയറാം പടിക്കലിൻ്റെ ജീവിതത്തിൽ. DIG ആയി സ്ഥാനക്കയറ്റം കിട്ടുമ്പോൾ ആ സ്ഥാനത്തെത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഉദ്യോഗസ്ഥനായിരുന്നു ജയറാം പടിക്കൽ. ജയറാം പടിക്കൽ വിരമിച്ചത് DGP ആയിട്ടായിരുന്നു.
രാഷ്ട്രപതിയുടെ പോലീസ് മെഡലും പടിക്കൽ നേടി. അടിയന്തരാവസ്ഥ കഴിഞ്ഞ രാജൻ കേസിൻ്റെ അന്വേഷണവും വിചാരണയും ഒക്കെ വന്നതോടെ പടിക്കലിൻ്റെ ജീവിതം കൂടുതലും കോയമ്പത്തൂരിലെ കോടതി വരാന്തയിലായി. മക്കളുടെ പഠനം പോലും കേരളത്തിൽ നിന്നും മാറ്റി. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ കരുണാകരൻ പടിക്കലിനോട് അകലം പാലിച്ചു. പടിക്കൽ എല്ലാവരാലും വെറുക്കപ്പെട്ടവനായി. ബിസിനസ് എക്സിക്യൂട്ടീവായിരുന്ന മൂത്ത മകൻ്റെ വിവാഹം പോലും ജയറാം പടിക്കലിൻ്റെ മകൻ എന്ന ഒറ്റ കാരണം കൊണ്ട് നടന്നില്ല. പിന്നീട് പടിക്കലിൻ്റെ മകനെ കുളിമുറിയിൽ വീണു മരിച്ച നിലയിൽ കണ്ടെത്തി. ഔദ്യോഗിക ജീവിതത്തിനിടയിൽ എപ്പോഴോ താനൊരു കുറ്റവാളിയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന യാഥാർത്ഥ്യം പടിക്കൽ അറിയാതെ പോയി. മകൻ്റെയോ മകളുടെയോ വിവാഹം കാണാൻ പോലുമുള്ള യോഗം പടിക്കലിനുണ്ടായില്ല. 1997 ജൂലൈ 15 തൻ്റെ 60-ാം വയസ്സിൽ ജയറാം പടിക്കൽ മരണമടഞ്ഞു. ജയറാം പടിക്കലിനെ ചരിത്രം ഓർമ്മിക്കുന്നത് ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥനെന്ന നിലയിലായിരിക്കില്ല. അയാളെ ചരിത്രം ഓർക്കുന്നത് കക്കയം ക്യാമ്പിൽ നടന്ന ക്രൂരതകളുടെ പേരിലായിരിക്കും. രാജനെ ഉരുട്ടിക്കൊല്ലുകയും നവാബ് രാജേന്ദ്രൻ്റെ പല്ലടിച്ചു കൊഴിക്കുകയും ചെയ്തതിൻ്റെ പേരിലായിരിക്കും. കൊടുംവനത്തിലെ കക്കയം ക്യാമ്പിൽ പടിക്കലിൻ്റെയും പുലിക്കോടൻ നാരായണൻ്റെയും ഒക്കെ ക്രൂരമർദ്ദനമേറ്റു പിടഞ്ഞവരിൽ പലരും ഇന്നും ജീവിക്കുന്ന രക്തസാക്ഷികളായി ഭൂമിയിൽ അവശേഷിക്കുന്നുണ്ട്. അവരുടെ കണ്ണീരിൻ്റെയും ഈച്ചരവാര്യർ എന്ന ഉരുട്ടിക്കൊല്ലപ്പെട്ട രാജൻ്റെ അച്ഛൻ്റെയും ശാപവും ജയറാം പടിക്കലിൻ്റെ മാത്രമല്ല പലരുടെയും തലമുറകളെ വിടാതെ പിന്തുടരും.